നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സുബിൻ അഹമ്മദ്. ഞാനിവിടെ അഡ്വാൻസ് പൾമണറി എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പെക്സ് ചെസ്റ്റ് ക്ലിനിക്കിലെ ശ്വാസകോശ രോഗ വിദഗ്ധനാണ്, പൾമണോളജിസ്റ്റാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ആസ്മയെക്കുറിച്ചാണ്. എന്താണ് ആസ്മ? ആർക്കാണ് നമുക്ക് ആസ്മ പിടിപെടാവുന്നത്? ഏത് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ജനങ്ങളിലാണ് ആസ്മ നമുക്ക് വരാവുന്നത്? ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് നമ്മുടെ ശ്വാസനാളികൾ വളരെയധികം സങ്കോചിതമാവുകയോ അല്ലെങ്കിൽ ചുരുങ്ങുകയോ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അതിന് ചുറ്റും നീർക്കെട്ട് വരികയും അതിനകത്ത് കഫക്കെട്ട് വരികയുമാണ് ആസ്മയിൽ ഉണ്ടാകുന്നത്. തന്മൂലം ആളുകൾക്ക്, പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാൻ, അതായത് ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ശ്വാസതടസ്സം, ശ്വാസമുട്ട് മുതലായവത് അനുഭവപ്പെടും. പിന്നെ ഈ ആസ്മയുള്ള രോഗികൾക്ക് അവർക്ക് ചുമ ഒരു വളരെ സാധാരണമായിട്ടും എപ്പോഴും ഉണ്ടാവുന്ന ഒരു സിംറ്റമാണ്. അതുകൂടാതെ ഈ ആസ്മ രോഗികൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു വിസിലടിക്കുന്ന സൗണ്ട്, ഒരു കുയിങ് കുയിങ് അല്ലെങ്കിൽ പി പി എന്നിങ്ങനെ വിസിലടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് നെഞ്ചിൽ ഭാരം, ശ്വാസമുട്ട്, ശ്വാസതടസ്സം, വിമ്മിഷ്ടം, നെഞ്ചിൽ മുറുക്കം തുടങ്ങിയ സിംറ്റംസ് അനുഭവപ്പെടാവുന്നതാണ്. കോടാനുകോടി ജനങ്ങളുണ്ട് ഇന്ന് ഇന്ത്യയിൽ ആസ്മയുമായിട്ട് ജീവിക്കുന്നവർക്ക്. പലർക്കും ഈ ഒരു അസുഖത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ളൊരു വിവരം ഇല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആസ്മ എന്തുകൊണ്ട് വരുന്നു, ഇതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആസ്മ വരാനുള്ള ഒരു സാധ്യത കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വളരെ ശക്തമായ ആസ്മയുടെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അതോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അതല്ലെങ്കിൽ ക്ലോസ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ആസ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലിയൽ റിസ്ക് ഉണ്ട് ആസ്മയുടെ, അതായത് ജനതികമായി അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടാനായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അലർജി റിലേറ്റഡ് കണ്ടീഷൻസ്, അതായത് അലർജിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി, അല്ലെങ്കിൽ തണുപ്പിനോടോ പുകയോടോ പൊടിയോടോ അല്ലെങ്കിൽ ചില മണങ്ങളോട് അലർജി, ഇങ്ങനെ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്മ പിടിപെടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടും ചുമയും വരുന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ, ഞങ്ങളത് ബ്രോങ്ക്യുലൈറ്റിസ് എന്ന് പറയും, ഒരു ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലങ്ങിൻ്റെ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനുമാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ചുമയും കഫക്കെട്ടും ശ്വാസതടസ്സവും ഒക്കെ ചെറുപ്പത്തിൽ ഉണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ആസ്മയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ അഡൽട്ട്ഹുഡിൽ പോലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, അതായത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്നവരുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പുകയോട് നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ട്, അതായത് ടുബാക്കോ സ്മോക്ക് ആവാം, ബാക്കി ഏത് ടൈപ്പ് മരം വിറക് കത്തിച്ചിട്ടുള്ള സ്മോക്ക് ആവാം, അങ്ങനെ സ്മോക്കിനോടുള്ള എക്സ്പോഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്മ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ സ്മോക്കേഴ്സ് ആണെങ്കിൽ, എസ്പെഷ്യലി ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ അമ്മ പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജനിക്കുമ്പോൾ ആസ്മ പിടിപെടാനായിട്ടുള്ള ചാൻസും ഭാവിയിൽ അത് ഒരു ആസ്മയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുപോലെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, അതായത് ജനന സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ വെയിറ്റ് ഭയങ്കര കുറവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രീ ടൈം ലേബർ, പ്രിമച്വർ ലേബർ, അതായത് മാസം തികയാതെ പ്രസവിച്ച ബേബീസിന് ഒക്കെ ആണെങ്കിൽ ആസ്മ പിടിപെടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഈ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്, ഈ ലോകത്ത് മുഴുവനുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടി നമുക്ക് മുറിയിൽ കുറ്റിയിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതെന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ അവയർനെസ് നമ്മളിലേക്ക് എടുത്ത് നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനും അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ മാനേജ് ചെയ്യണം. ആസ്മാറ്റിക്സ്, ആസ്മ രോഗമുള്ളവർ.